നമസ്കാരം. ഈ കുംഭമേള അതിൻ്റെ ഓരോരോ തലങ്ങളിലേക്ക് കടക്കുകയാണ്. കുംഭമേളയുടെ ആദ്യ സമയത്ത് അതിൽ പങ്കെടുത്ത കേരളത്തിലെ പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റായ ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, താങ്കൾക്ക് പറയാൻ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും അല്ലേ? നിശ്ചയമായിട്ടും എനിക്ക് ഈ ഇപ്രാവശ്യത്തെ കുംഭമേള മുൻപ് അറ്റൻഡ് ചെയ്തിട്ടുള്ള കുംഭമേളകളെക്കാൾ വളരെ വ്യത്യസ്തമായിരുന്നു. അതിൻ്റെ ഷിയർ സൈസ് നമുക്ക് ഒരു ഓവർവെൽമിംഗ് ആയിരുന്നു. വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി. ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ വളരെ ഒരു എന്താ പറയുന്നത്, ഈ ഒരു ടെമ്പററി ഒരു നഗരം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു എൻജിനീയറിംഗ് ഫീറ്റ് എന്നൊക്കെ പറയുന്ന അതാണ്. ഞാനിതൊരു മെറ്റീരിയൽ സൈഡിലാണ് പറയുന്നത്, ഒരു സ്പിരിച്വൽ സൈഡല്ല. ഒരു ചാട്ടക്കൊണ്ടാകുമ്പോൾ നാച്ചുറലി അതിനൊരു എക്കണോമിക് മെറ്റീരിയൽ ആംഗിളും കൂടെ നമുക്കുണ്ടല്ലോ. അപ്പോ ഒരു ഷിയർ സൈസ് ഏതാണ്ട് 40,000 ഹെക്ടറിലാണ് നമ്മളൊരു ടെമ്പററി നഗരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ എത്തുന്നത് ഒരു സ്നാന ദിവസവും കൂടെയാണ്. അപ്പൊ അതിൻ്റെ ഒരു ക്രൗഡിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാൻ നോക്കും. ഈ മൗനി അമാവാസി കഴിഞ്ഞിട്ട് വസന്തപഞ്ചമി എന്ന് പറയുന്ന ദിവസത്തിലാണ്. അത് വളരെ വിശേഷപ്പെട്ട ഒരു സ്നാന ദിവസമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ അവിടെ എൻട്രി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും മാത്രം ഒരു ക്രൗഡ് കാണുന്നത് ജനറലി ശബരിമലയിലാണ്, മകരവിളക്ക് മുതലായ. അവിടുന്ന് വിഭിന്നമായിട്ടൊരു ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതൊരു ക്രൗഡിനൊരു റഷുണ്ട്. ഒരു പെട്ടെന്ന് മുകളിലോട്ട് പോകാനും ആളുകൾക്കൊരു തിക്കും തിരക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു രീതി നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ അതില്ല. ആളുകൾ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടാണ്, വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് ഈ ഒരു മേള അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ ആ ഒരു ദർശന സമയം അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് തന്നെ ആയിരിക്കണം അതിൻ്റെ ഒരു കാര്യം. പക്ഷെ എന്നാൽ പോലും ഒരു ഒഴുകുന്ന ഒരു ഗംഗയുടെയോ ഒക്കെ പോലെ വളരെ ശാന്തമായിട്ടൊരു ആ മുകളിൽ പ്രതലമൊക്കെ നമ്മൾ വളരെ ശാന്തമാണെങ്കിൽ അടിയിൽ ഒരു ഒഴുക്കുണ്ട്. അപ്പൊ അതുപോലെ ഒരു ആളുകൾക്കൊരു വലിയ ധൃതി നമ്മൾ വെളിയിൽ കാണുന്നില്ല. വളരെ ശാന്തമായിട്ടുള്ളൊരു ഇതാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ നമ്മുടെ ഒരു സ്റ്റാമ്പീഡ് അവിടെ നടന്നു എന്ന് പറയുമ്പോൾ അത് ക്രിയേറ്റഡ് ആണ് എന്ന് ആളുകൾ സംശയിക്കാനുള്ളൊരു കാരണം ഒരുപക്ഷെ ഈ ഒരു ക്യാരക്ടറിൽ നിന്ന് വിഭിന്നമായിട്ടൊരു മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി നമ്മൾ അവിടെ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ആ കുംഭമേളയിലോട്ട് പോകുന്ന ആ നഗരിയിലേക്ക് പോകുമ്പോഴുള്ള ഒരു മേജർ ഫീൽ എന്ന് പറയുന്നത് ഇത്രയും റിലാക്സ്ഡ് ആയിട്ടുള്ള ആളുകൾ, അതും വളരെ പാവപ്പെട്ട ആളുകൾ, വളരെ ഈ നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് കുടുംബവുമായിട്ട് ഒരുമിച്ച് കാൽനടയായി പോകുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു ഡെഫിനറ്റ്ലി ഡിഫറെന്റ് ആണ്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ആളുകൾ പറയുന്നത് ബി സേഫ് എന്നൊക്കെ പറഞ്ഞല്ലേ ആളുകൾ വിടുക. പക്ഷെ അങ്ങനെ ഒരു ഫീലിംഗ് ഓഫ് ഒരു ഫിയർ അവിടെ ഇല്ല. നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതാണ്. പിന്നെ നമ്മൾ ഇതെല്ലാം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആണ്, വളരെ ക്ലീൻ ആൻഡ് അതിന് ഞാൻ കണ്ടത് നമ്മളൊരു കൾച്ചറലി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ജനതയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ച ചപ്പും ചവറും ഒക്കെ ഒരു ഡെസിഗ്നേറ്റഡ് പ്ലേസിലല്ല ഇടുന്നത്, വലിച്ചെറിയുകയാണ്. പക്ഷെ അതിനകത്തുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ക്ലീൻ ചെയ്യാൻ വോളണ്ടിയേഴ്സും ക്ലീനിങ് സ്റ്റാഫും മറ്റുമൊക്കെ നിരന്തരം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു 24/7 പോലെ. അപ്പൊ ഇന്ന് ഒരുപക്ഷെ തിരുവനന്തപുരം നഗരത്തെക്കാൾ ഒരു വൃത്തിയുള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് അനുഭവപ്പെടും. പിന്നെ അതിന്റെ ഡ്രെയിനേജ് സിസ്റ്റം ആകട്ടെ, പൈപ്പ്, ഇലക്ട്രിസിറ്റി, ഇതൊരു ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഇതിലേക്ക് പോകുമ്പോഴുള്ളൊരു ഓവർവെൽമിങ് ഫീലിംഗ് ഉണ്ട്. അത് തന്നെയാണ് ആർക്കാണെങ്കിലും വളരെ ഒബ്സർവൻ്റ് ആയിട്ട് ഒരു പ്യോർലി ഭക്തി മാത്രം എന്നുള്ള നിലയിൽ പോകാതെ കുറെ കൂടെയൊക്കെ ഒരു ഒബ്സർവൻ്റ് ആയിട്ടുള്ള ഒരു അർബൻ ആളുകൾക്കൊക്കെ തോന്നുന്ന ഒരു ഫീലിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കണം അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെന്റ്. 2013 ഞാൻ ഒരിക്കലും അതൊരു മോശമായിരുന്നു എന്നും പറയില്ല. അന്നും ഒരു പക്ഷെ ക്ലീൻ തന്നെ ആയിരുന്നു, അങ്ങനെയുള്ള ഒരു വൃത്തികേടുകളോ മറ്റോ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞ സ്കെയില് ഭയങ്കര ഹ്യൂജായി.
അന്ന് ഇത്രയും ഒരു എനിക്ക് തോന്നുന്നത് ഈ വസന്ത പഞ്ചമിയുടെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ആ ഒരു പീക്ക് ടൈം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ആ പീക്ക് ടൈം കഴിഞ്ഞിട്ട് പോകുന്ന ആ ഒരു സമയത്ത് ഈ വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ ക്ലീൻ തന്നെ ആയിരുന്നു അന്നും. പക്ഷെ സ്കെയിൽ വാസ് ഡിഫറെൻറ്റ്. സ്കെയിൽ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ അത്രത്തോളം ഇമ്പക്കബിൾ ആയിട്ട് ഒരു മനുഷ്യന് സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ഇനീഷ്യൽ ഒരു ഒബ്സർവേഷൻ. അപ്പൊ ഈ പാരിസ്ഥിതികമായിട്ടുള്ള വലിയൊരു ഒരു അവയർനെസ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ആത്മീയ ബലം നമുക്കൊന്ന് മാറ്റി നിർത്താം, അതിനപ്പുറം ഇത്തരത്തിലുള്ള പ്രകൃതിയോടെ ചേർത്ത് നിർത്തുന്ന അല്ലേ? നിശ്ചയമായിട്ടും ഇതിനകത്ത് ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട്. എന്ത് കാര്യം നമ്മൾ ചെയ്താലും നമുക്ക് മനസ്സിലാക്കണം അതിൻ്റെതായ ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ആ നെഗറ്റീവ്സിനെ വളരെയധികം എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇത്രയും ആളുകൾ വരുമ്പോൾ അതിന്റെ വേസ്റ്റ് ഡിസ്പോസൽ ആകട്ടെ, ഇതിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് ആകട്ടെ, ഇതൊക്കെ ഒരു ചലഞ്ച് തന്നെയാണ്. പക്ഷെ ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം, അതിനകത്ത് ഇത് കണ്ടിട്ടുള്ള ഒരു വലിയ ഒരു ഇനീഷ്യേറ്റീവ് തന്നെയാണ് ഈ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മേജറായിട്ട് പറയുന്നത് ഇതിന്റെ ഒരു പൊല്യൂഷൻ അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ മറ്റുള്ള ഇതിനു വേണ്ടി ഈ പ്ലാസ്റ്റിക് കംപ്ലീറ്റ് നീക്കം ചെയ്യാനുള്ള യന്ത്രവൽക്കരിക്കുന്ന ഓരോ മെഷീൻസ് വെച്ചിട്ട് ഇത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലും മറ്റുമൊക്കെ ഞാൻ നേരത്തെ പറയും നമ്മളൊരു കൾച്ചറുണ്ട്, നമ്മളിതെല്ലാം വലിച്ചെറിയുന്ന ഒരു കൾച്ചറുണ്ട്. അപ്പൊ ആ കൾച്ചർ മാറ്റിയെടുക്കാൻ ഒരു പക്ഷേ ജനറേഷൻസ് വേണ്ടി വന്നേക്കാം. അപ്പോ അതിനെ മാറ്റി നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒരു സജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് അഗൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ നോക്കും, അത് മാറ്റിയെടുക്കാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള യന്ത്രങ്ങൾ വെച്ചിട്ട് ഈ വെള്ളത്തിൽ കൂടെ ഒഴുകി നടക്കുന്ന ഇതുപോലുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ടെന്ന്, വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്ന അണ്ടർ വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്ന യന്ത്രങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു സാധിക്കുന്ന രീതിയിലല്ല ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇതൊന്നും ജനത്തെ മാറ്റി നിർത്തിയിട്ടല്ല, ഇതിനോടൊപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? അതാണ് അതിന്റെ ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ ആണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ ഇത്രയും ഒരു മനുഷ്യനായിട്ട് സാധ്യമാണോ, ഒരു യോഗി ആദിത്യനാഥും അദ്ദേഹത്തിന്റെ ഒരു ടീമിനും ഇത് സാധ്യമാണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോവാം. ആ തലത്തിലുള്ള അപ്പൊ ഇവിടെ നമ്മൾ കേട്ട രീതിയിലല്ല അവിടെ ഉള്ളൊരു എക്സ്പീരിയൻസ്. അവിടെ മാലിന്യമുണ്ട്, ഈ കോളിയുടെ ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ അവിടെ വളരെ ബുദ്ധിമുട്ടാണ് കയറാൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഈവൻ ഓൺ എ തേർഡ് 3-ാം തീയതി വസന്ത പഞ്ചമി ഉള്ള സമയത്ത് നമുക്ക് നടക്കേണ്ടി വന്നത് 2 കിലോമീറ്ററാണ്. പിറ്റേ ദിവസം ഒരു പക്ഷേ ഒരു 21 കിലോമീറ്റർ കാറിൽ യാത്ര ചെയ്യാനായിട്ട് 3-3.5 മണിക്കൂർ എടുത്തു. ട്രാഫിക് ബ്ലോക്ക് കാരണം. കാരണം ഇതൊന്നും ഒരു 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു മേള അല്ലെങ്കിൽ 6 വർഷത്തിലൊരിക്കൽ അർദ്ധകുംഭമേള, ഇത് അതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കണ്ടിട്ടല്ലല്ലോ ഇത് നടത്തുന്നത്. ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു 45 ദിവസത്തെ ഒരു പ്രോഗ്രാം. അപ്പൊ അതിനു വേണ്ടി നാച്ചുറലി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഡെഫിനറ്റ് ഉണ്ടാകും. അതിനൊരു ക്രിറ്റിസിസം പറയുന്നത് ശരിയല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പക്ഷെ എന്തായാലും ഒരു ടോട്ടലി ഡിഫറെന്റ് ഈ നമ്മൾ പത്രത്തിലോ അല്ലെങ്കിൽ കാരണം ഇത് വരുന്ന ആളുകളും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രം ഓഫ് പീപ്പിൾ ആണ്. വളരെ ഞാൻ പറഞ്ഞില്ലേ ഭക്തിയുടെ അങ്ങേറ്റം ഒരു പാരമ്യത്തിലുള്ള കുടുംബവുമായിട്ട് ഇത് അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരു വേറെ ഒന്നും നോക്കാതെ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യ. 2 റീൽസ് ക്രിയേറ്റ് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ഇത് ചെയ്യുക എന്നൊക്കെയുള്ള തരത്തിലുള്ള ആളുകൾ. 3 ഇതെന്താണ് എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ഉത്സാഹം കൊണ്ട് ചെല്ലുന്ന ആളുകൾ. പിന്നെ ഇതിന്റെ എല്ലാം കോമ്പിനേഷൻ ആയിട്ടുള്ള ആളുകൾ. അപ്പൊ ഇങ്ങനെ വളരെ വലിയ ഒരു ബിഗ് സ്പെക്ട്രം ഓഫ് പീപ്പിൾ ആണ് അവിടെ വരുന്നത്. ഞാൻ ഇതിന്റെ ഒരു സാമ്പത്തിക വശം ചോദിക്കട്ടെ. ഇതിലൂടെ ഉണ്ടാകുന്ന ഏതാണ്ട് 50 കോടി ജനങ്ങളാണ് അവിടെ ഇതുവരെ ഒത്തുചേർന്നിട്ടുള്ളത്. അപ്പം ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക വശമുണ്ടല്ലോ, നേട്ടം. നമ്മുടെ മാർക്കറ്റ് മുഴുവൻ ഉണരുന്നു, ഇത്രയും പണം ഇങ്ങോട്ടേക്ക് ഒഴുകുന്നു. ഏതാണ്ട് 2013 മഹാകുംഭമേള നടക്കുമ്പോൾ പൂർണ്ണകുംഭമേള നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തിൽ ചിൽവാനം കോടി രൂപയാണ് അന്നത്തെ അവിടുത്തെ മാർക്കറ്റിൽ വന്നിട്ടുള്ള ഒരു ഗ്രോത്ത് എന്നാണ് പറയുന്നത്, ഒരു കണക്കെടുത്തിട്ടുള്ളത്.
അപ്പോ ഇപ്രാവശ്യം അത് 2 മുതൽ 3 ലക്ഷം കോടി വരെയുള്ള ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ അത്രയും GDP ഗ്രോത്ത് ഉണ്ടാവും. അതായത് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് 50 ലക്ഷം കോടി രൂപ ആണ് നമ്മുടെ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ. ഇന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞ ബഡ്ജറ്റിൽ 50 ലക്ഷം കോടി രൂപയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 2 മുതൽ 3 ലക്ഷം കോടി രൂപ വരെയുള്ള സാമ്പത്തിക ക്രയവിക്രയം നടക്കുന്ന ഈ 45 ദിവസത്തിനകത്ത് ഏതാണ്ട് 1.5% ഓഫ് അവർ GDP അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ നടക്കുന്ന അതാണ് അതിന്റെ ഒരു വ്യാപ്തി. 800 കോടിയോളം രൂപയ്ക്കുള്ള പൂ വിൽക്കും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും മറ്റേ പൂജാ സാമഗ്രികള്, ഹോസ്പിറ്റാലിറ്റി സെക്ടർ, അതായത് വാടക ഇനത്തിലും മറ്റുമൊക്കെ ഹോട്ടൽസും ഒക്കെ നിൽക്കുന്ന ഏതാണ്ട് 6000 കോടി രൂപയുടെ ബിസിനസ് അവിടെ നടക്കും എന്നുള്ളതാണ്. അപ്പോ ഒരു 7,000 അല്ലെങ്കിൽ ഒരു 10,000 കോടി രൂപ ഗവൺമെന്റ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു എന്ന് വെക്കുക. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും അതിന് ഡിപ്ലോയ് ചെയ്തിട്ടുള്ള ആളുകളുടെ സാലറിയും മറ്റുമൊക്കെ എന്ന് നോക്കിയാലും ഇതിന്റെ ഒരു ആവറേജ് റവന്യൂ ഫ്രം ടാക്സസ് എലോൺ, അവിടെ ആളുകൾക്കുള്ള എംപ്ലോയ്മെന്റ് ജനറേഷൻ ഇതെല്ലാം പുറമെ തന്നെ എത്രമാത്രമായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒരു ആവറേജ് GST ഒരു 10-12% നമ്മൾ നെറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ഓഫ് UP കോഫേഴ്സ് വളരെയധികം നിറഞ്ഞു. അപ്പൊ ഇതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അത് വളരെ ശക്തമായി UP സർക്കാർ ഇതിനെ മാർക്കറ്റ് ചെയ്തു. ഇതൊരു റിലീജിയസ് ഒരു ഇവന്റ് മാത്രമല്ല, ഇതൊരു മേളയാണ്. അതിനകത്ത് ഈ വലിയ തോതിൽ അവിടുത്തെ നമ്മളൊക്കെ ഇവിടെ ഉത്സവം കാണുന്നതിന്റെ ഒരു മെഗാ സ്കെയിൽ എന്ന് വെച്ചോളൂ. അപ്പൊ അവിടുത്തെ ചെറിയ ചെറിയ സ്റ്റാൾ ആകട്ടെ. നമുക്കറിയാം, ഇന്നലെ ഇവിടെ ഒരു പെൺകുട്ടി വന്നു ഈ കുംഭമേളയില് മാല വിൽക്കാനായിട്ട് നടന്ന. ഈ തലത്തിലുള്ള ഒരു അത് ഏതാണ്ട് ജീവിതം മാറ്റിമറിച്ചു. അപ്പൊ ഇതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ നടന്ന ഒരു വെൽ ആൻഡ് ട്രൂലി ഒരു മേള തന്നെയാണ്. അപ്പൊ ഈ ഒരു ഫെസ്റ്റിവലിന്റെ ഇത് എന്ന് പറയുന്നത് ഒരു സ്നാനം എന്ന് മാത്രമല്ല, അവിടെ വന്നിട്ടുള്ള ഒരു സ്പിരിച്വൽ ഡിസ്കോഴ്സസ്, അവിടുത്തെ ഈ സന്യാസി സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം, ഇതിന്റെ ഒരു സയന്റിഫിക് ടെമ്പർ, സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ബ്ലെൻഡാണ്. അതിൻ്റെ കൂടെ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയും കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സയൻസും സ്പിരിച്വാലിറ്റിയും കൂടെ ഒരു ബ്ലെൻഡ് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അതിന് ഇപ്രാവശ്യത്തെ ഒരു മേന്മ എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾ, ഈ സ്കൂട്ടറിലൊക്കെ നമ്മളെ ആളിനെ കൊണ്ടുവിടാനും ഒരു ട്രാൻസ്പോർട്ടേഷൻ വോളണ്ടിയേഴ്സ് പോലെയൊക്കെ നിൽക്കുന്ന കുട്ടികളുണ്ട്. ഇവരൊക്കെ ഒരു ജീവിതമാർഗം അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ആളുകളാണ്. അപ്പൊ അതില് ഞാനിതുപോലെ ഒരു സ്കൂട്ടറിൽ സംഘം വരെയൊക്കെ ട്രാവൽ ചെയ്തപ്പോൾ ആ പയ്യൻ പറഞ്ഞ, സാർ ഞാൻ ഈ പാലം പണിയുന്നതിൽ, ടെമ്പററി പാലം പണിയുന്നതിന് ഞാനുണ്ടായിരുന്നു, ഞാൻ അതിന്റെ പാർട്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇത് പൊളിക്കുമ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും. അപ്പൊ ഇതൊരു ഡെയിലി ലേബർ, ഒരു ഏജസ്. അപ്പൊ അതുപോലെ തന്നെ അവിടുത്തെ ബോട്ടിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഏതാണ്ട് ഒരു ദിവസം ഞാൻ 500-600 രൂപ അവർക്ക് ഡെയിലി ഗവൺമെന്റ് ഹയർ ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് പോലും കിട്ടുന്ന ഒരു ആക്ടിവിറ്റി. അപ്പം എക്കണോമിക് ആക്ടിവിറ്റി 3 ലക്ഷം കോടി രൂപ വരെ മിനിമം ഉണ്ടാകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു കേരളമൊക്കെ ഒരുപക്ഷെ നമ്മൾ ഇത്രയും ഫെസ്റ്റിവൽസ് ഒക്കെ നടത്തുന്ന നമ്മൾ അതൊന്ന് ഒരു ലെസൺ എടുക്കുന്നത് നന്നായിരിക്കും. ഇതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്, എക്കണോമിക് ആക്ടിവിറ്റിയും കൂടെയാണ് എന്ന് വിചാരിക്കുന്നത് ഒരു നല്ല ഒരു എക്സാമ്പിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് ഈ സ്നാനത്തിൽ ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ, ആ ഒരു അനുഭവം കൂടെ ഒന്ന് പങ്കുവയ്ക്കാം. ശരി, ഡെഫിനറ്റ് ആയിട്ട്. അതായത് ഇതിനകത്തൊരു സ്പിരിച്വൽ അനുഭവം എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. നമുക്ക് ഒരാൾക്ക് അനുഭവിച്ചറിയേണ്ട, ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു സമയത്ത് നമ്മുടെ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അവിടെ എത്തി വെറുതെ മുങ്ങി വരിക എന്നുള്ളതാണ് ഒരു സാധാരണ ലെവലിൽ ഇതിനകത്തെ കാണേണ്ടത്. അപ്പൊ ഇതിനൊരു കോൺസ്റ്റലേഷൻ ഉണ്ട്. ആ കോൺസ്റ്റലേഷൻ ഒരു അലൈൻ ചെയ്ത് വരുമ്പോഴുള്ള സമയത്ത് അവിടുത്തെ ഒരു എനർജി, സ്പിരിച്വൽ എനർജി. 2, ഈ പറയുന്ന ഗംഗയും യമുനയും സരസ്വതിയും സംഗമിക്കുന്ന ഒരു സ്ഥലം. അതിൻ്റെ കൂടെ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് അവരുടെ പ്രാർത്ഥനയും അവരുടെ മന്ത്രോച്ചാരണവും ഹോമങ്ങളും സത്സംഗങ്ങളും ഒക്കെ വരുന്ന ഒരു അറ്റ്മോസ്ഫിയർ. ഇതിനകത്ത് വളരെ നിർവൃതിയോടുകൂടി മുങ്ങിത്താഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു പക്ഷേ
എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് എനിക്കറിയില്ല ഇൻ വേർഡ്സ്. മറ്റേതൊക്കെ നമുക്ക് പറയാം, മറ്റേ 4000 കോടി 6000 കോടി എന്നൊക്കെ പറയാം. പക്ഷെ ഇതൊരു ഒരു പീപ്പിൾ ഹാവ് ടു എക്സ്പീരിയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ 2013 2017 ഉജ്ജയിനിലെ സിംഹസ്ഥ എന്ന് പറയുന്ന കുംഭമേളയാണെങ്കിൽ ഇതൊക്കെ ഇതിന്റെയൊക്കെ സ്കെയിലിനേക്കാൾ കൂടുതൽ ആളുകൾ കൂടുതൽ വരുമ്പോൾ ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് ശബരിമലയിൽ ഇത്രയും ആളുകൾ പോകുന്നു? ആളുകൾ പോകുമ്പോഴാണല്ലോ പവറും കൂടുന്നേ. അതെ, നമുക്ക് ഫോളോവേഴ്സ് വരുമ്പോഴാണല്ലോ പവർ കൂടുന്നത്. അപ്പം അവിടെ ഉണ്ടായ ആ ഒരു സംഗമത്തിൽ, നമുക്ക് ത്രിവേണി സംഗമത്തിൽ കുളിക്കുമ്പോൾ ഒരു എന്താ പറയുന്ന ഒരു സ്പിരിച്വൽ എനർജി ഉണ്ടാവുകയും, അല്ലെങ്കിൽ ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഫെയ്ത്ത് ആണ് നമ്മുടെ. ഇപ്പൊ അങ്ങേക്ക് തോന്നുന്ന ഒരു കാര്യമായിരിക്കണം എന്നില്ല എനിക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ. അപ്പൊ ഇതൊരു നമ്മൾ ഇത്രയും യാതനകളോ അല്ലെങ്കിൽ ഇത്രയും എഫേർട്ട് ഇട്ട് അവിടെ പോയി ആ ഒരു ഡിപ്പിന് വേണ്ടി മാത്രമാണ്. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ, അത് സാക്ഷാത്കരിച്ച് കഴിയുമ്പോഴുള്ള ഒരു ഫുൾഫിൽമെന്റ്. അല്ലാതെ ഇത് പലർക്കും പാപം കളഞ്ഞു, പുണ്യം വന്നു, അങ്ങനെ അതിനേക്കാളൊക്കെ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി അവിടെ ചെന്നു. ആ ചെന്ന് കഴിഞ്ഞതിന് നമുക്ക് നിറവേറ്റാൻ സാധിച്ചു എന്നുള്ളൊരു ഫുൾഫിൽമെന്റ് ഉണ്ട്. അത് ഈ പറയുന്ന നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ പെർസെപ്ഷനാണ്. അത് എല്ലാവർക്കും അങ്ങനെ വേണമെന്നില്ല. പക്ഷെ ഇതൊരു വിശ്വാസവും ഫെയ്ത്തും ഒരു സ്പിരിച്വൽ എനർജിയും ഒക്കെ നമുക്ക് കിട്ടുന്ന ഇതൊരു കോൺഫിഡൻസ് നമുക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് 144 വർഷത്തിനിടയ്ക്ക് വരുന്ന ഒരു കാര്യം, വൺസ് ഇൻ 144 ഇയേഴ്സിൽ വരുന്ന കാര്യം അവിടെ പോയി എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് നമുക്ക് വളരെ വലിയ ഒരു കോൺഫിഡൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കും. ഫെയ്ത്ത് എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ. നമ്മളിപ്പം ഹജ്ജ് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ മാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിലോ ഇങ്ങനെയൊക്കെ ആളുകളുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന ഒരു പേഴ്സണൽ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അതിൻ്റെ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കുംഭമേളയിൽ അറ്റൻഡ് ചെയ്തവർക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ലെവലാണ്, ഹോപ്പാണ്, ഒരു വളർച്ചയ്ക്കുള്ള ഒരു ഇമ്പറ്റസ് ആണ്. അപ്പം അത് യു വിൽ ഹാവ് ടു റിയലൈസ് യുവർ സെൽഫ്. തന്നെത്താനെ അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ അറിയാവുള്ളൂ. ഒരു അൺബിലീവബിളി സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു അനുഭൂതി തന്നെയാണ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.